മലപ്പുറത്ത് അപ്രതീക്ഷിതമായ അതിശക്തമായ പോരാട്ടം നടക്കുന്ന മണ്ഡലമായി വേങ്ങര ഇതിനോടകം മാറിയിട്ടുണ്ട്. പി.കെ. കുഞ്ഞാലിക്കുട്ടിക്ക് പകരം കെ.എം. ഷാജി വന്നതോടെ ലീഗ് ക്യാമ്പ് ആത്മവിശ്വാസത്തിലാണെങ്കിലും നാട്ടുകാരൻ കൂടിയായ LDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി സബാഹ് കുണ്ടുപുഴയ്ക്കൽ വലിയ ആരവമാണ് പ്രചരണത്തിൽ തീർക്കുന്നത്. വേങ്ങര എന്ന ലീഗിന്റെ പച്ചക്കോട്ട ഇത്തവണ ഇളക്കുമെന്ന ആത്മവിശ്വാസമാണ് സബാഹ് കുണ്ടുപുഴയ്ക്കൽ പങ്കുവയ്ക്കുന്നത്. മറുവശത്ത് അത്ഭുതങ്ങളൊന്നും സംഭവിക്കില്ലെന്നും വലിയ ഭൂരിപക്ഷം തനിക്ക് ഉറപ്പാണെന്നും കെ.എം. ഷാജിയും ആത്മവിശ്വാസത്തോടെ പറയുന്നു. വേങ്ങരയിലെ UDF സ്ഥാനാർത്ഥി കെ.എം. ഷാജിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. വളരെ ചുരുങ്ങിയ സമയമേ ഉള്ളൂ. എങ്ങനെയാണ് അവസാനത്തോടെ പ്രതീക്ഷകൾ? നല്ല ഒരു പൊതുവിലുള്ള ഓരോ ദിവസം വരുന്നതിനനുസരിച്ച് ആളുകൾ കൺവിൻസ്ഡ് ആവുന്നു എന്നുള്ളതാണ് സന്തോഷമുള്ളത്. സാധാരണ ലാസ്റ്റ് ലാപ്പിലേക്ക് വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷനുകൾ തീർക്കണം എന്നുള്ളതാണ്. പക്ഷേ ഇതല്ല, ആളുകൾക്ക് വലിയ ബോധ്യങ്ങളുണ്ട്. വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ആളുകൾക്ക് നല്ല കൃത്യമായ കാഴ്ചപ്പാടുകളുണ്ട്. മറുവശത്ത് കാടിളക്കിയുള്ള പ്രചരണം, നാടിളക്കിയുള്ള പ്രചരണമാണ്. വലിയ ആളുകൾ കൂടിയ റോഡ് ഷോ, ഇതൊക്കെ വോട്ടായി മാറുന്നു കരുതുന്നുണ്ടോ? അല്ല, ഈ പൈസ വാരി വലിച്ചെറിയുക, സാമ്പത്തികമായ പല ആളുകൾ അതിനു വേണ്ടിയിട്ടാണ് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അത്ര ഷോസൊക്കെ ഉണ്ട്. അതൊന്നും കേരളത്തിൽ ഇനി അതിൻ്റെ സമയം കഴിഞ്ഞു എനിക്ക് തോന്നുന്നു. അതൊന്നും ആളുകൾ വീഴില്ല. അതൊക്കെ ആളുകൾ എൻജോയ് ചെയ്യും. പക്ഷേ വോട്ടായിട്ട് അതൊന്നും മാറാൻ സാധ്യതയില്ല. ഈ സഭാ സ്ക്വയർ കേന്ദ്രീകരിച്ചാണ് അവരുടെ പ്രചരണം മുഴുവൻ. വേങ്ങരയിൽ വേറെ എവിടെയും കളിസ്ഥലമില്ല, വികസനമില്ല എന്നാണ്. എങ്ങനെയാണ് പ്രതിരോധിക്കുന്നത്? അല്ല, ഈ തെരഞ്ഞെടുപ്പ് നിയമസഭയിലേക്കാണ്. അതറിയാത്തതിൻ്റെ ഒരു കുഴപ്പമാണത്. ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ്, നിയമനിർമ്മാണ സഭയാണ്. അത് ഈ വേങ്ങരയായിട്ട് ബന്ധപ്പെട്ട കാര്യമൊന്നുമല്ല. കേരളവുമായിട്ട് ബന്ധപ്പെട്ട്, ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ട് മെയ് 4-ാം തീയതി രാഹുൽ ഗാന്ധിക്ക് എത്ര സ്റ്റേറ്റ് കിട്ടും എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ മെയിൻ കൺസേൺ. അല്ലാതെ വേങ്ങരയിൽ എന്തുണ്ടാക്കാൻ പറ്റും എന്നുള്ളത് മാത്രമല്ല. അതതിൻ്റെ ഭാഗമാണ്, അല്ലാതെ അതൊരു മെയിൻ ഇഷ്യൂ അല്ല. എങ്ങനെയാണ് ഭൂരിപക്ഷ പ്രതീക്ഷകൾ? ഭൂരിപക്ഷം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇവിടുത്തെ 100% ആളുകളുടെ വോട്ടിട്ടതാണ് സന്തോഷം. സഭാവിനും പറ്റുമെങ്കിൽ നമുക്ക് വോട്ട് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. വേങ്ങരയിലെ LDF സ്ഥാനാർത്ഥി സബാഹ് കുണ്ടുപുഴയ്ക്കലാണ് നമ്മോടൊപ്പം ചേരുന്നത്. സബാഹ്, പരിപാടികൾക്കൊക്കെ വലിയ ജനപിന്തുണയാണ്, ഒരുപാട് ആളുകൾ എത്തുന്നു. ഇതൊക്കെ വോട്ടായി മാറും? വേങ്ങരക്കാരാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. വേങ്ങരയ്ക്ക് ഇനി വേങ്ങരക്കാരെന്ന് പറഞ്ഞ ആ ഒരു മുദ്രാവാക്യം തന്നെയാണ് ശരിക്ക്. കാരണം ഞങ്ങൾക്ക് ഇതുവരെ കിട്ടാത്തൊരു കാര്യമാണ് ഞങ്ങൾ അവതരിപ്പിച്ചത്. ആ അവതരണമാണ് നമ്മളൊരു വലിയ വിപ്ലവത്തിലേക്കാണിത് മാറുന്നത്. UDF പറഞ്ഞ പൈസ എറിഞ്ഞ ആളെ കൂട്ടുന്നതാണ്. ഞങ്ങൾക്ക് എത്ര പൈസ ഉള്ളവർക്ക് അറിയാലോ. LDF എങ്ങനെയായിരിക്കും ഒരു ഇലക്ഷൻ നേരിടുക? അതൊക്കെ എന്ന് പറഞ്ഞാൽ കാരണം ഇതിൻ്റെ കുറേ സുഹൃത്തുക്കളുണ്ട് ബിസിനസ്സിൽ. ഞാനിപ്പോൾ കുറേ കാലമുള്ള ഒരു ബിസിനസ്സല്ലേ. അപ്പം നമ്മൾ കുറേ സുഹൃത്തുക്കളെ സഹായം ഈ ഇലക്ഷനും ഉണ്ട്. പിന്നെ എൻ്റെ കൃത്യമായി നമ്മളെ ബയോഡേറ്റ നമ്മളതിൽ കൊടുത്തിട്ടുണ്ടല്ലോ. അത് വിട്ടുള്ള കളിയൊന്നും നമ്മൾ സഭാ സ്ക്വയറാണ് എല്ലാത്തിനും കേന്ദ്രമായിട്ട് മാറുന്നത്. അത് ഞങ്ങളെ കുറ്റമല്ലല്ലോ. അത് സത്യത്തിൽ അവർ ശരിക്കും ആക്ഷേപിച്ചു. ഒരാളൊരു കാര്യം ഉണ്ടാക്കാൻ ജനനന്മക്ക് ഉണ്ടാക്കിയാണ് സഭാ സ്ക്വയർ. അത് ഇന്ന് എവിടെയെങ്കിലും ഒന്ന് കാണിച്ചു തരട്ടെ. അതേപോലെ അവരും ഗ്രൗണ്ട് ഉണ്ടാക്കിയല്ലോ. 5 വർഷമായി ഒരു ഗ്രൗണ്ടിന് 9 കോടി രൂപ ഒരു പഠനവും നടത്താതെ ഉണ്ടാക്കിയ ഒരു ഗ്രൗണ്ടാണ് അവരുണ്ടാക്കിയത്. നമ്മൾ ഉണ്ടാക്കി ഗ്രൗണ്ട് എടുത്തിരുന്നു. ഇതൊക്കെ സെക്കൻഡറിയാണ്, പ്രധാനപ്പെട്ട നിയമസഭയിലുള്ള പ്രവർത്തനമൊക്കെയാണെന്നാണ്. നിയമസഭയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ. ഓരോരുത്തരിങ്ങനെ പച്ചക്ക് തെറി വരാം. അതാ നിയമസഭ ഞാൻ കണ്ടത്. നിയമസഭ അതല്ല, 75% അദ്ദേഹം പോകുന്നത് ഞാൻ അവിടെ പ്രവർത്തിക്കണം. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഞങ്ങൾക്ക് അതിന് നേതൃദാരിദ്ര്യമുള്ള പാർട്ടി അല്ലല്ലോ. അവിടെ പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് LDF-ന് നല്ല നേതാക്കന്മാരുണ്ട്. സഭാവിനോട് പറയുന്നുണ്ട് വേങ്ങരക്ക. ഞാൻ വേങ്ങരയിൽ 101% പറഞ്ഞാൽ അത് വലിയ അഭിമാനത്തോട് പറയും. സഭാവ് കൊടുത്ത ഉറപ്പാ, സഭാഹിൻ്റെ ഉറപ്പ് അതന്നെ പറഞ്ഞത്. ഈ ആൾക്കൂട്ടൊക്കെ വോട്ടായി മാറുമ്പോൾ എത്ര ഭൂരിപക്ഷം കിട്ടുന്നതാണ്? അതെങ്ങനെ ഞാൻ പറയാം? അങ്ങനെ അത്ര അഹങ്കാരം എന്നുള്ള ആളല്ലല്ലോ ഞാൻ. വേങ്ങരക്കാർ തിരഞ്ഞെടുത്ത് കഴിഞ്ഞു, അത് നമുക്ക് ഉറപ്പാണ്. നിങ്ങൾ കാണുന്നല്ലേ, ഇപ്പം നമ്മൾ തമാശ പറയില്ലല്ലോ. വേങ്ങരക്കാരാണ് അതിന് പിന്നിലുള്ളത്. തീർച്ചയായിട്ടും അത് എന്നെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസത്തിലാണ്. സംസ്ഥാന തലത്തിൽ തന്നെ പ്രശസ്തനായ നേതാവാണ് കെ.എം. ഷാജി. അദ്ദേഹത്തിന് പ്രസംഗശൈലിയും പ്രവർത്തന ശൈലിയും
വളരെ ശക്തമാണ്, അഗ്രസീവാണ്. മറുവശത്ത് താൻ 101% വേങ്ങരക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് സബാഹിൻ്റെ പ്രചരണം. അദ്ദേഹത്തിൻ്റെ പ്രസംഗമാവട്ടെ പ്രവർത്തനമാകട്ടെ KM ഷാജിയിൽ നിന്നും തികച്ചും വ്യത്യസ്തവുമാണ്. നാട്ടുകാരനെന്ന നിലയിൽ വേങ്ങരക്കാർ തനിക്കൊപ്പം നിൽക്കുമെന്നാണ് സബാഹിൻ്റെ പ്രതീക്ഷ. മറുവശത്ത് മുസ്ലിം ലീഗിൻ്റെ ഉറച്ച കോട്ടയായി തന്നെ വേങ്ങര തുടരുമെന്നും വേങ്ങരക്കാർ തനിക്കൊപ്പം നിൽക്കുമെന്നും KM ഷാജിയും പ്രതീക്ഷിക്കുന്നു. അപ്രതീക്ഷിത മത്സരത്തിൽ വേങ്ങരയിൽ ആര് ജയം കാണുമെന്നത് കണ്ടു തന്നെ അറിയാം. ഒരുപക്ഷേ ഷാജിയുടെ ഭൂരിപക്ഷം കുറയ്ക്കാനായാൽ പോലും ഇടതുപക്ഷത്തിന് വേങ്ങരയിലത് വലിയ ആത്മവിശ്വാസം നൽകുന്ന നേട്ടമായേക്കാം. എന്താണെങ്കിലും വേങ്ങരയിലെ മത്സരം അപ്രതീക്ഷിതമാകുന്ന വിധം പുരോഗമിക്കുന്നു. അഖിലോട്ട് പറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.